ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളൊരു മാമോദിസയ്ക്ക് പോവാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പം 2 വീട് അങ്ങോട്ട് കയറിയാൽ മതി. അപ്പം ഉച്ചയ്ക്കാണേ പോകുന്നത്. അപ്പം പള്ളിയിൽ നിന്ന് മാമോദിസയൊക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ വരും. നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആദു ബേബീനെ ഒരുക്കി. അപ്പം സുന്ദരനെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഒരുങ്ങിയിട്ട് കണ്ണാടിയുടെ മുന്നിലൊക്കെ നോക്കാനും കേട്ടോ. അപ്പോൾ ഏട്ടനും ഒരുങ്ങി വന്ന് ഞങ്ങളപ്പം പോവാണ് കേട്ടോ. അപ്പം നടന്നാണ് പോകുന്നത്. ആദു ബേബി വിചാരിച്ചിട്ട് വണ്ടിയിലായിരിക്കും പോകുന്നതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നടന്നാ പോകുന്നതെന്ന് അവന് പിന്നീടാണ് മനസ്സിലായത്. പിന്നെ എന്തായാലും ഞങ്ങളുടെ കൂടെ നടന്ന് തന്നെ വന്നു. ഏട്ടൻ പറയുമായിരുന്നു അവൻ നടക്കത്തില്ല, എടുത്തുകൊണ്ട് പോവേണ്ടി വരും എന്ന് വിചാരിച്ച്. പക്ഷേ എന്തായാലും നടന്നു പോയി കേട്ടോ. അപ്പം വീടിൻ്റെ അടുത്താണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പുതിയതായിട്ടൊരു വീട് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ മേളിലോട്ട് പോയാൽ മതി. റോഡ് സൈഡാണേ. എന്നിട്ട് അവിടുത്തെ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി പൊക്കത്തായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കാറ്റും, പിന്നെ തൊട്ട് താഴെ ഫുള്ളും ഏലക്കാടാണ്, അവരുടെ ഏലക്കാടാണ്. അപ്പോൾ ആ ഒരു ഏലത്തോട്ടം അങ്ങ് വരുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു ഭാഗത്ത് ഏലത്തോട്ടത്തിൻ്റെയൊക്കെ അടുത്തോട്ട് വരും കേട്ടോ. തൊട്ടടുത്താണ് വീടെങ്കിലും അതായത് ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ഈ ഒരു പോർഷനിൽ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്, ഏലത്തോട്ടവും കാറ്റും അതുമൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് കാപ്പി ഉണ്ടായിരുന്നേ ഫ്രണ്ടിൽ. അപ്പോൾ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള കാപ്പിയൊക്കെയാണ്. അപ്പോൾ ആ തടിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. ആ തടിയുടെ വളഞ്ഞു വിളഞ്ഞ് പോകുന്നത് കാണാനേ. അപ്പോൾ അതിലിരിക്കാനോ എടുക്കാനോ ഒക്കെ പറ്റും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറി കുഞ്ഞുവാവയൊക്കെ കണ്ടു. കുഞ്ഞുവാവയൊക്കെ കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ആദൂട്ടന് അപ്പമാണ് ആദൂട്ടൻ കഴിച്ചത്, ചോറ് കഴിച്ചില്ല. അപ്പോൾ അപ്പവും ചിക്കൻ കറിയും പിന്നെ ചോറാണ് തിന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച് ആദൂട്ടനോട് പറഞ്ഞ് ബിരിയാണിയാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് കേട്ടോ. ആദൂട്ടന് ബിരിയാണി ഭയങ്കര ഇഷ്ടം. എന്തായാലും അവൻ ചോറ് കഴിച്ചില്ല, അപ്പം മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ആദൂട്ടന് പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് അവനെ നമ്മുടെ മടി ഇരുത്തി കഴിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വാരി കൊടുക്കാനോ അവന് സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ആദൂട്ടൻ ഭയങ്കര ഇപ്പോഴേ വലിയ ചേട്ടനാണെന്നുള്ള രീതിയിലാണ് അവൻ്റെ ഇരിപ്പ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തൊട്ട് താഴോട്ട് നടന്നു വന്നു. അപ്പോൾ തൊട്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലാണ് ഈ ഒരു പൂ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിലും ഇതുണ്ട്, പക്ഷെ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ പൂക്കുന്നില്ല. അവിടുത്തെ നല്ല പൂവിട്ട് റോഡിലോട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ വയറ് ഫുള്ളാണ്. എനിക്ക് പേരയ്ക്ക എന്ന് പറയുന്നത് ഒരു ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു പേരയ്ക്ക വിളഞ്ഞ് നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആദൂട്ടനും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സദ്യയൊക്കെ കഴിച്ചിട്ട് വയറ് നല്ലതായിട്ട് വീർത്ത് പൊട്ടാറായിരിക്കുമായിരുന്നു. എന്നാലും പേരയ്ക്ക കഴിച്ചു. അപ്പോൾ ഏട്ടനാണെങ്കിൽ എന്നെ ഒരു നോട്ടം, ഇതൊന്നും ആയില്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു പേരയ്ക്ക എൻ്റെ വീക്ക്നെസ്, അത് എത്ര വയറ് നിറഞ്ഞിരുന്നാലും ഞാൻ കഴിക്കും കേട്ടോ. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിനും അക്ഷതിനെ വിളിക്കാൻ ഏട്ടൻ ആദൂട്ടനെ കൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അക്ഷത് ബേബി വന്ന ഉടനെ ബെൽറ്റും ഒക്കെ ഊരി പിടിച്ചുകൊണ്ടാണ് വരവ് കേട്ടോ. അങ്ങനെ അക്ഷത് കൂട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അക്ഷതിന് പിന്നെ ഞാനിന്ന് ഫംഗ്ഷനൊക്കെ പോയതുകൊണ്ട് തന്നെ വന്നിട്ട് ഭയങ്കര ലേറ്റായി. വേറൊന്നും ആയിട്ട് ഉണ്ടാക്കിയല്ല, പിന്നെ ഏത്തപ്പഴം പുഴുങ്ങിയതാണേ. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ അതിൽ ചിരകി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്തായാലും എല്ലാവരും കൂടി അത് കഴിച്ചു. അതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും അക്ഷിത് വൈകിട്ട് വരുമ്പോഴത്തേക്കും നല്ല വിശപ്പാണ്. അവൻ രാവിലെക്കാട്ടി ഉച്ചക്കത്തെക്കാട്ടി കൂടുതലും കഴിക്കുന്നത് വൈകിട്ടാണ്.